ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ മരിച്ച മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പോസ്റ്റ്മോർട്ടം തുടരുകയാണ്. 3 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. 12 മണിയോടെ 5 പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം മെഡിക്കൽ കോളേജിൽ പൊതുദർശനത്തിന് വയ്ക്കും. മൃതദേഹം വീടുകളിലേക്ക് കൊണ്ടുപോകാൻ ക്രമീകരണം ഏർപ്പെടുത്തി. കാറിന്റെ കാലപ്പഴക്കം, ABS സംവിധാനത്തിന്റെ അഭാവം, മഴ എന്നിവ അപകടത്തിലേക്ക് നയിച്ചെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിഗമനം. അന്വേഷണ റിപ്പോർട്ട് ഉടൻ നൽകുമെന്നും സ്ഥലത്ത് പരിശോധന നടത്തിയ ശേഷം MVD അറിയിച്ചു. അപകടത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയ മുഖ്യമന്ത്രി കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും അറിയിച്ചു. പോസ്റ്റ്മോർട്ടത്തിന്റെ നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. പൊതുദർശനത്തിന് ഇപ്പോൾ വെക്കാൻ പോവുകയാണ്. അതത് സ്ഥലങ്ങളിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകാനുള്ള എല്ലാ സംവിധാനങ്ങളും ഗവൺമെന്റ് ഇപ്പോൾ ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കളക്ടറോട് നേരത്തെ തന്നെ മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി, ഞാനും പ്രസാദ് മിശ്രയെല്ലാം സംസാരിച്ചു. അതിന്റെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ചികിത്സിക്കുന്ന ആരോഗ്യസ്ഥിതി അത്ര തൃപ്തികരമാണെന്നല്ല വിവരം കിട്ടുന്നത്. എല്ലാ തരത്തിലുള്ള ചികിത്സാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എത്രയും വേഗം പൊതുദർശനം കഴിഞ്ഞ് അതത് സ്ഥലങ്ങളിലേക്ക് മൃതദേഹം എത്തിക്കുന്നതിനുള്ള ഒരു നടപടിക്രമമാണ് ഇപ്പോൾ നമ്മൾ സ്വീകരിക്കുന്നത്. മഴ ഒരു പ്രധാന ഘടകമായി. സ്കിഡിങ്ങിന്റെ പ്രധാന ചാൻസ് വന്നത് മഴയാണ്. ബ്രേക്ക് ചവിട്ടാനുള്ള സാഹചര്യവും സമയവും ഈ KSRTCക്ക് കിട്ടിയിട്ടില്ലെന്നാണ് ബോധ്യപ്പെടുന്നത്. പിന്നെ ആൻറ്റി ബ്രേക്ക് ലോക്കിംഗ് സംവിധാനമുള്ള വണ്ടി അല്ല അത്. അതുകൊണ്ട് തന്നെ വീല് ലോക്കായിട്ടുണ്ട്. വീല് ലോക്കായി കഴിഞ്ഞാൽ പിന്നെ ഡ്രാഗ് ചെയ്യും വണ്ടി. പിന്നെ ഡ്രാഗ് ചെയ്താണ് ഇടിച്ചിരിക്കുന്നത്. ഇവിടെ വെളിച്ചത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. വെളിച്ചത്തിൻ്റെ ഒരു കുറവ് ഉണ്ടായിരുന്നു. പിന്നെ ഈ കൂറ്റം മരം ഇവിടെ നിൽക്കുന്നതുകൊണ്ട് മഴ പെയ്താലും കുറേ നേരം മരം പെയ്തുകൊണ്ടിരിക്കും. അതുമൊക്കെ തെന്നലുണ്ടാക്കും. അതൊക്കെ റോഡിൽ ജലപാളികൾ ക്രിയേറ്റ് ചെയ്യും. ഹൈഡ്രോപ്ലെയിനിങ് എന്ന് പറയും. അവിടെ എന്തോ ഒരാളുണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നി. എന്നിട്ട് വലത്തോട്ട് തിരിച്ചെന്നാണ് പറഞ്ഞത്. അപ്പോഴത്തേക്ക് ഇത് ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞു. അപ്പം പുള്ളി ആ സമയത്ത് ഡിഫൻസീവ് എന്ന നിലയിൽ വലത്തേക്ക് വെട്ടിത്തിരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ശരത് SS-ഉം അൽ അമീനും MM രാഗേഷും ചേരുന്നു നമുക്കൊപ്പം. ആദ്യം വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക്. ശരത്, അപകടത്തിലേക്ക് നയിച്ചതിൽ ഓവർലോഡും ഒരു പ്രധാന ഘടകമാണ്. ഇപ്പോൾ നമുക്കറിയേണ്ടത് ഈ പരിക്കേറ്റ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? പോസ്റ്റ്മോർട്ടം നടപടികൾ എല്ലാവരുടെയും എപ്പോഴത്തേക്ക് പൂർത്തിയാകും? സുജയ, നിലവിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. 5 പേരുടെയും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. ഇനി അല്പസമയത്തിനകം മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് മോർച്ചറിയിൽ നിന്ന് ഇറക്കും. തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിൽ തന്നെയാണ് പൊതുദർശനം നടക്കുക. നേരത്തെ 12 മണി മുതൽ 1 മണി വരെയായിരുന്നു പൊതുദർശനം നിശ്ചയിച്ചിരുന്നത്. പക്ഷേ ഇതിൽ നിശ്ചയിച്ചതിലും നേരത്തെ ഒരുപക്ഷെ പൊതുദർശനം ആരംഭിക്കുമെന്നുള്ളതാണ്. നിലവിൽ 5 പേരുടെയും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ സാഹചര്യത്തിലാണ് നിശ്ചയിച്ചതിലും നേരത്തെ ഈ പൊതുദർശനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഒരു 11:30 തന്നെ പൊതുദർശനം ആരംഭിക്കുമെന്നുള്ളതാണ്. വണ്ടാനം മെഡിക്കൽ കോളേജിലെ തന്നെ മെഡിക്കൽ ഓഫീസറുടെ കാര്യാലയത്തിന് മുൻപിലായിരിക്കും ഇത്തരത്തിൽ പൊതുദർശനം ഉണ്ടാവുക. ഈ മരിച്ച വിദ്യാർത്ഥികളുടെ സുഹൃത്തുക്കൾക്കും അധ്യാപകർക്കും ഒക്കെ തന്നെ അവസാനമായി അവിടെ എത്തി ഒരു നോക്ക് കാണാനുള്ള സാഹചര്യം ഒരുക്കും. ഒപ്പം തുടർന്ന് ഇവരെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള ആംബുലൻസ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. അതിൽ നേരത്തെ തന്നെ മന്ത്രിയും കളക്ടറും ഒക്കെ തന്നെ അക്കാര്യം വ്യക്തമാക്കിയതാണ്. ഇവിടെ നിന്ന് പല ജില്ലകളിലെ ആളുകളാണ് മരിച്ച വിദ്യാർത്ഥികൾ. കണ്ണൂരുണ്ട്, കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, അതേപോലെ തന്നെ കോട്ടയം തുടങ്ങി പാലക്കാട് തുടങ്ങിയ വിവിധ ജില്ലകളിലേക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിനു വേണ്ടിയുള്ള ആംബുലൻസ് സൗകര്യവും ആ സമയത്ത് തന്നെ തീരുമാനിച്ചതാണ്. അതും ഇവിടെ എത്തിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ 5ഓളം ആംബുലൻസും ഇവിടെ എത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ ഇവരെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇവിടെ നിന്നും മൃതദേഹം ഇറക്കും. ഒപ്പം പ്രധാനമായും ഈ പരിക്കേറ്റവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതും സർക്കാർ ഉറപ്പുവരുത്തുമെന്നുള്ളതാണ് മന്ത്രി P. പ്രസാദ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് നിലവിലെ ചികിത്സാ ചെലവ് ഉൾപ്പെടെ സർക്കാർ വഹിക്കും. വേണ്ട എല്ലാ സൗകര്യവും ചികിത്സാ സൗകര്യവും ഇവർക്ക് ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം 10 അംഗ പ്രത്യേക സംഘത്തെ ഇതിനായി നിയോഗിച്ചിട്ടുണ്ടെന്നും മന്ത്രി P. പ്രസാദ് പറഞ്ഞു. അല്പസമയത്തിനകം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും ഈ വണ്ടാനം മെഡിക്കൽ കോളേജിലെത്തും. പൊതുദർശനം നടക്കുന്ന സ്ഥലത്തേക്ക് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും ഒപ്പം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും എത്തുമെന്നുള്ളതാണ് അറിയുന്നത്. അങ്ങനെ വിവിധ രാഷ്ട്രീയ നേതാക്കളും മന്ത്രിമാരും ഒക്കെ തന്നെയുള്ള ആളുകൾ ഇവിടെ എത്തും. ഇപ്പോൾ തന്നെ ഇവിടെ മന്ത്രി സജി ചെറിയാൻ, P. പ്രസാദ്, MLA-മാരായ H. സലാം, ലിജു തുടങ്ങിയ നിരവധി ആളുകളുണ്ട്. അപ്പം ഷാനിമോൾ ഉസ്മാൻ തുടങ്ങിയ വിവിധ രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ ഇവിടെ എത്തി ഈ വേണ്ട ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കുന്ന നടപടികൾ സ്വീകരിച്ചതാണ്. എത്രയും വേഗം ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കുക എന്നതായിരുന്നു ആദ്യഘട്ടം. അത് യഥാർത്ഥത്തിൽ സാധ്യമായി. എത്രയും വേഗം പോസ്റ്റ്മോർട്ടം നടപടികൾ നിശ്ചയിച്ചതിന് മുൻപ് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചു. ഏറ്റവും അവസാനം നടന്നത് ജബ്ബാറിന്റെ പോസ്റ്റ്മോർട്ടമാണ്. അത് ജബ്ബാറിന്റെ പിതാവ് ഇവിടെ എത്താൻ വൈകിയത് കൊണ്ടാണ് അത് ഒരു സമയമെടുത്തത്. പിതാവ് ഇവിടെ എത്തിയ അല്പസമയം മുമ്പ് മകനെ തിരിച്ചറിഞ്ഞ ശേഷമാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മകനെ മൃതദേഹം കയറ്റിയത്. തുടർന്ന്
തുടർന്ന് അല്പസമയം മുമ്പ് ജബ്ബാറിന്റെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചു. നിലവിൽ എന്തായാലും അല്പസമയത്തിനകം ഈ മൃതദേഹം ഇവിടെ നിന്ന് ഇറക്കും. തുടർന്ന് പൊതുദർശനം നടക്കും. വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള വാഹനം ഉൾപ്പെടെ ക്രമീകരിച്ചിട്ടുണ്ട്. മരിച്ച ലക്ഷദ്വീപ് സ്വദേശിയായ മുഹമ്മദ് ഇബ്രാഹിമിന്റെ സംസ്കാരം നടക്കുന്നത് എറണാകുളത്താണ്. അദ്ദേഹത്തെ എറണാകുളം ടൗൺ ജുമാ മസ്ജിദിൽ സംസ്കരിക്കും. ഒപ്പം മറ്റു വിദ്യാർത്ഥികൾ അവരുടെ വീടുകളിൽ തന്നെയാണ് സംസ്കരിക്കുന്നത്. അതും നാളെ നമുക്ക് അല്ലമീനിലേക്ക് പോകാം. ശരത്